ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സോയ റെസിപ്പിയാണ് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ സ്ക്രീനിൽ ഇതാ കാണിക്കുന്നുണ്ട്. സോയ, ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത്, സവോള, കറിവേപ്പിലാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. സോയ ഞാൻ ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ചൂടുവെള്ളത്തിലിട്ട് അതിലൊരു ഒരു പതയൊക്കെ ഉണ്ട്, അതിലൊരു അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് പോയി നീറ്റായിട്ട് ക്ലീനായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ സോയത ചൂടുവെള്ളത്തിലിട്ടിട്ടുണ്ട്. അടുത്ത് ഞാനൊരു പാൻ എടുത്തിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സോയ ഭയങ്കര ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോൺ വെജ് കഴിക്കാത്തവർക്കൊക്കെ ഭയങ്കര ടേസ്റ്റും ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പം ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ അപ്പോൾ അടുത്തതാ അതിൽ ഗുളുഗുള വരാൻ വേണ്ടി, തിളയ്ക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ചെറുതായിട്ടൊന്ന് തിളച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തിളച്ചൊക്കെ വരാറായപ്പോൾ ഞാൻ കുറച്ച് നാടൻ കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എണ്ണ തിളച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഒരു കയ്യിൽ ഫോണും ഞാൻ പിടിച്ചിട്ട് ഒരു കൈയും കൊണ്ടാണ് ഞാനതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു ലാഗും കാര്യങ്ങളുണ്ട്. അപ്പോൾ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് പൊട്ടിയപ്പോൾ നമ്മൾ അടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഒരു 4-5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മിക്സിയിലിട്ട് അടിച്ചിട്ടെടുത്താൽ കൊള്ളാം, പക്ഷേ എനിക്ക് ഇങ്ങനെ ഇട്ട് വെക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ ഞാനതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം, എന്നാലേ കൊള്ളാവൂ. പക്ഷേ ചിലവരൊന്നും സവോള ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നവരാണ്. പക്ഷേ എനിക്ക് ബെറ്ററായിട്ട് തോന്നുന്നത് ഇതാണ്. കാരണം എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂത്തൊരു ബ്രൗണിഷ് കളറാകുമ്പോൾ ആ എണ്ണയിൽ ആ ഒരു മണം ഭയങ്കര ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു കളറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സവോള ഏകദേശം ഒരു വലിയ സവോളയാണ്, ഞാനത് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുകയാണ്. ഞാൻ അധികം സോയ എടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു സവോള തന്നെ ഏറ്റവും ധാരാളമാവും. അപ്പോൾ ആ സവോള ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സവോള എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇത് ഇനി കുറച്ച് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഞാൻ വീണ്ടും സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. ഇത് സോയയൊക്കെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ, നമുക്കെന്നാൽ അഫോർഡബിളുമാണ്. പെട്ടെന്ന് ഈ ഹോസ്റ്റലേഴ്സിനൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അങ്ങനെ നമ്മൾ വിചാരിക്കും പോലത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഭയങ്കര ടേസ്റ്റാണ്, നന്നായിട്ടിരിക്കും. ഒരു മട്ടൻ്റെയൊക്കെ ഒരു ചെറിയ എഫക്റ്റൊക്കെ കിട്ടും. മട്ടനാവില്ല, മട്ടൻ തന്നെയാണ്, പക്ഷേ എന്നാലും സോയയ്ക്ക് അതിൻ്റെ ഒരു ഇതൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ അവിടെ തന്നെ സോയ, നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും വെച്ച സോയ നന്നായിട്ട് കിടന്ന് ഗുളുഗുളാ തിളക്കുകയാണ്. ആ സമയത്ത് ഞാൻ പാനിൽ ഉപ്പിടാൻ ഞാൻ മറന്നു പോയിട്ടുണ്ട്. സവോള പെട്ടെന്ന് വഴണ്ട് വരാൻ ഉപ്പിടുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കാണിക്കാത്ത 2 ഇൻഗ്രീഡിയൻ്റാണ് തക്കാളിയും മല്ലിയിലയും. അതും കൂടെ ഞാൻ അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട സവോള നന്നായിട്ട് ഇടുന്ന പാനിൽ കിടന്ന് വഴഞ്ഞാൽ ഞാൻ ചെറു തീയിലാണ് ഇട്ട് കൊടുത്തത്. അപ്പം കുറച്ച് ഒന്ന് നന്നായിട്ട് വരും. അപ്പോൾ വെന്ത് ഏകദേശം ഒരു ഇതായപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി സെറ്റാക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. അല്പം ഒന്ന് ചെറുതീയിലിട്ടിട്ട് ഇതെല്ലാം ചെയ്താൽ നന്നായിരിക്കും. അങ്ങനെ ഞാൻ ഇതെല്ലാം വഴറ്റി ഒന്ന് ഉടഞ്ഞ് വന്നപ്പോഴേക്കും ഞാനൊരു സൈഡിൽ മാറ്റി വെച്ചിട്ട് ഇനിയാണ് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനുള്ള ടൈമാണ്. അപ്പോൾ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അമ്മാമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ കറി വെക്കുന്നത്, അതുകൊണ്ട് തന്നെ എരിവ് കുറച്ച് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പച്ചമുളക് ഞാൻ ഇട്ടിട്ടില്ല. ഏകദേശം ഒരു 3/4 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഗരം മസാലയാണ് നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. ഗരം മസാല ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഫ്ലേവർ വേണം, അത് എരിവില്ല. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എരിവില്ല. അതിൻ്റെ കൂടെ ഞാൻ ചിക്കൻ മസാല ഇട്ട്, നിങ്ങൾ വിചാരിക്കും ഒത്തിരി കാണുമെന്നല്ല, വളരെ കുറച്ചേ ഉള്ളൂ. ഇങ്ങനെ ആ കവറിൽ നിന്ന് എടുത്ത് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ ഒത്തിരി ഇങ്ങനെ സ്പ്രെഡായെന്നേ ഉള്ളൂ. ഇതൊക്കെ സാധനം കുറച്ചേ ഉള്ളൂ. എന്നിട്ട് ഈ പൊടികൾ ജസ്റ്റ് ഒരു സൈഡിൽ ഇട്ടൊന്ന് 2 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇത് ടോട്ടലി എല്ലാം കൂടെ മിക്സ് ചെയ്താൽ നല്ലതാണ്. അപ്പോൾ പൊടി ഒന്ന് മൂത്ത് വരികയും ചെയ്യും. ഈ ഒരു നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന ഈ സവോളയുടെയൊക്കെ കൂടെ ഒന്ന് മിക്സ് ആകുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. അങ്ങനെ ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കിയിട്ടതിന് ശേഷം ഈ ഒരു പരുവത്തിലാവും. അപ്പോൾ ആ ഒരു പച്ച മണമൊക്കെ മാറും. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സംഭവം നന്നായിട്ട് വരുന്നിട്ടുണ്ട്. മിക്സ് ചെയ്തെല്ലാം സെറ്റായതിന് ശേഷം
നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന സോയേനെ ഞാൻ നന്നായിട്ട് കഴുകി പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. അഴുക്ക് ആ വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ കളഞ്ഞിട്ട് അതിൽ കൂടെ ഞാൻ ഈ സോയയുടെ ഈ അരപ്പിൽ ഇട്ട് ഇതും ജസ്റ്റ് നന്നായിട്ടൊന്ന് ഈ സോയയിൽ അതങ്ങ് പിടിക്കത്തില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അത് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അപ്പുറത്തൊരു പാത്രത്തിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഞാൻ ഈ സോയയിലോട്ട് ഒഴിക്കുകയാണ്. സോയ നന്നായിട്ട് ഒന്ന് ഇതിൻ്റെ കൂടെ മിക്സായി വരണം. അങ്ങനെ സോയ ഞാൻ എല്ലാം മിക്സാക്കി വെച്ചിട്ട് 1-2 സെക്കൻഡ് ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അതിൻ്റെ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് കുറച്ച് സെറ്റായി വന്നിട്ടുണ്ട്. കണ്ട ഒരു ഭാഗത്ത് നന്നായിട്ട് കാണാൻ പറ്റും. ആ 2 മിനിറ്റ് ആയിപ്പോയി. ഞാനിത് കറിയായിട്ട് എടുക്കുന്നവരാണെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ആകുമ്പം കറി ഏകദേശം ആവും. പക്ഷെ ഞാനത് ഡ്രൈ ആയിട്ടാണ് എടുത്തത്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ ഒരു സെറ്റപ്പിലാണ് ആക്കിയിട്ടുള്ളത്. ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയാണ് എടുത്തത്. എന്ന് വെച്ചാൽ നല്ല തിക്ക് ആയിട്ടുള്ളതാണ് അമ്മമ്മയ്ക്ക് ഇഷ്ടം, അമ്മയ്ക്ക് വേണ്ടി